ഹായ് ഹലോ, ഞാൻ നിംസ് 777 ടാറോ റീഡിങ്ങിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സോട് കൂടി കുറച്ച് കാർഡ്സ് നമ്മളിവിടെ ഷഫിൾ ചെയ്ത് വെച്ചിട്ടുണ്ട്. കാർഡ്സിൻ്റെ മീനിങ്ങിലേക്ക് പോവാം. അതിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഈ റീഡിംഗ് എന്ന് പറയുമ്പോൾ ടൈംലെസ് റീഡിംഗ് ആണ്, ജെൻഡർലെസ് റീഡിംഗ് ആണ്, ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾ എപ്പോൾ കാണുന്നുവോ അപ്പം മുതൽ നിങ്ങളുടെ ലൈഫിലേക്ക് വാലിഡായി വരുന്ന റീഡിംഗ് ആണ്. റീഡിങ്ങിലേക്ക് പോവാം. റീഡിങ്ങിന് മുന്നേ ഒരു കാര്യം പറയാനുള്ളത്, ഇന്നലെ ഫുൾ മൂണായിരുന്നു, പൗർണമി ആയിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഡിസയേഴ്സ് യൂണിവേഴ്സിൽ സമർപ്പിച്ചു എന്ന് ഞാൻ കരുതാണ്. അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിച്ചവർക്ക് പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ അഫർമേഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് പൗർണമിക്കുള്ളിൽ, നെക്സ്റ്റ് ഫുൾ മൂണിനുള്ളിൽ നിങ്ങളുടെ 3 ഡിസയേഴ്സിൽ ഏതെങ്കിലും ഒന്ന് സാധ്യമാകും. എപ്പോഴും പറയുന്നൊരു കാര്യമാണ്, എല്ലാ മാസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യം നേടിയെടുക്കാനായിട്ട് നിങ്ങളെ കൊണ്ടേ സാധിക്കുള്ളൂ. നിങ്ങൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് അഫർമേഷൻ ചെയ്തിട്ടുള്ളവർക്ക് നിങ്ങളുടെ കാര്യം സാധിക്കും. അത് ഞാൻ ഒന്നുകൂടി പറയുകയാണ്. ഇനി എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിൽ ഒത്തിരി പേര് പുതിയതായിട്ടുള്ള സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. അവരോട് ഞാൻ പറയുന്നത്, എല്ലാ മാസവും ഫുൾ മൂൺ അഫർമേഷൻ ചെയ്യുകയാണെങ്കിൽ, നിങ്ങളുടെ ആഗ്രഹങ്ങൾ പ്രയർ ചെയ്യുകയാണെങ്കിൽ അത് സാധ്യമാകും. ഇപ്പോൾ ഇന്നലെ ഞാൻ കുറച്ച് ബിസി ആയിരുന്നു, അതുകൊണ്ടാണ് റീഡിങ് ഇടാഞ്ഞത്. ഇനി നമുക്ക് റീഡിങ്ങിലേക്ക് പോവാം. ആദ്യത്തെ കാർഡ് കിട്ടിയിട്ടുള്ളത് ദ മൂണാണ്. അപ്പോൾ യൂണിവേഴ്സ് നിങ്ങളോട് എന്തോ ഒരു കാര്യം പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. ഫസ്റ്റ് കാർഡ് തന്നെ മൂൺ കാർഡാണ് വന്നിട്ടുള്ളത്. നിങ്ങളുടെ പേഴ്സൻ്റെ എനർജിയാണ്. ആരൊക്കെ അഫർമേഷൻ ചെയ്തിട്ടുണ്ടോ, നിങ്ങളുടെ 3 ആഗ്രഹങ്ങൾ പ്രാർത്ഥിച്ചിട്ടുണ്ടോ, അവർക്ക് വേണ്ടിയിട്ട് യൂണിവേഴ്സ് ആദ്യം തന്ന കാർഡ് മൂണാണ്. ഇവിടെ മൂൺ കാർഡ് പറയുന്നത് അവരൊരു ഇല്യൂഷനിലൂടെ പോവുകയാണ്. അവരെ തന്നെ വിശ്വസിക്കുകയാണിപ്പോൾ. കാരണം മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം, അല്ലെങ്കിൽ അവരവരുടെ കാര്യം നോക്കിയിട്ട് നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്തു പോയ വ്യക്തി, അവർക്ക് ഇപ്പോൾ മാറ്റം വന്നിട്ടുണ്ട്. അവർ കുറേ കാര്യങ്ങൾ ചിന്തിക്കുന്നുണ്ട്, പാസ്റ്റിനെ കുറിച്ച് ഓർക്കുന്നു എന്നാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളെന്ന വ്യക്തിയെ നഷ്ടപ്പെടുമോ എന്നവർക്ക് പേടിയുണ്ട്. ഫിയറിനെയാണ് കാണിക്കുന്നത്. അവര് ഒരു അൺകോൺഷ്യസ് മൈൻഡിലൂടെ ആയിരുന്നു പോയിരുന്നത്. മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം മറ്റുള്ളവരെ അന്ധമായി വിശ്വസിച്ചുകൊണ്ട് അവർ നിങ്ങളെന്ന വ്യക്തിയെ മനസ്സിലാക്കാതെ പോയി. എന്നാൽ ഇവിടെ സംഭവിക്കുന്നത്, നിങ്ങളുടെ സ്വപ്നങ്ങൾ യാഥാർത്ഥ്യമാവാൻ പോവാണ്. അവർ വരില്ല എന്നല്ല പറയുന്നത്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന വ്യൂവേഴ്സിനോട് എനിക്ക് പറയാനുള്ളത്, ആരൊക്കെ ഇതിലെ ഇടയിൽ പ്രവർത്തിച്ചിട്ടുണ്ടോ, നിങ്ങളും അവരും തമ്മിൽ സെപ്പറേഷൻ ആവാനായിട്ട് എന്തൊക്കെ ചെയ്താലും അത് യൂണിവേഴ്സ് കാണുന്നുണ്ട്. ചിലപ്പോൾ കുറച്ച് ഡിലേ വരാം. കാരണം വെച്ച് കഴിഞ്ഞാൽ ഇവിടെ പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തികൾ കുറച്ച് സ്ട്രോങ് ആണ്. അപ്പം നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക? നമുക്ക് പ്രാർത്ഥിക്കാനേ പറ്റുള്ളൂ. നമ്മൾ സത്യസന്ധമായിട്ട് യൂണിവേഴ്സിൽ വിശ്വസിക്കുക. നിങ്ങൾ വിശ്വസിക്കുന്ന ദൈവം ഏതാണോ ആ ഒരു ദൈവത്തിൽ വിശ്വസിച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക. നമുക്ക് വേറൊരു നെഗറ്റീവായിട്ടുള്ള തോട്ട്സ് പോകരുത്. നമ്മൾ നെഗറ്റീവായിട്ടുള്ള പ്രവൃത്തികൾ ചെയ്യരുത്. നമ്മൾ പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്തുകൊണ്ട് നിങ്ങളുടെ പേഴ്സൺ അവർ തിരിച്ചു വരുവാനായിട്ട് പ്രാർത്ഥിക്കുക. അപ്പോൾ ഇവിടെ ആദ്യത്തെ കാർഡ് എന്ന് പറഞ്ഞാൽ മൂൺ കാർഡിൽ നിങ്ങളുടെ പേഴ്സണ് നിങ്ങളെ മിസ് ചെയ്യുന്നുണ്ട്, ഫിയറിനെ കാണിക്കുന്നു, നിങ്ങളെ നഷ്ടപ്പെടുമോ എന്ന് കാണിക്കുന്നു. അവര് ഇപ്പോൾ യൂണിവേഴ്സിൽ സറണ്ടർ ആവാണ്, യൂണിവേഴ്സിൽ വിശ്വസിക്കുകയാണ്. ഇനി എൻ്റെ ലൈഫ്, എൻ്റെ ജീവിതം യൂണിവേഴ്സാണ് തീരുമാനിക്കേണ്ടത്. കാരണം എനിക്ക് ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല. എനിക്ക് എൻ്റെ പേഴ്സണെ നഷ്ടപ്പെടുമോ എന്നുള്ള ഭയം എന്നിൽ വളരെ വേദനിപ്പിക്കുന്നുണ്ട്. കാരണം ഞാൻ ചെയ്ത തെറ്റുകൊണ്ടാണ് എൻ്റെ പേഴ്സണിൽ നിന്ന് മാറിപ്പോയിട്ടുള്ളത് എന്നുള്ള തിരിച്ചറിവൊക്കെ എനിക്ക് വന്നിട്ടുണ്ട്. പക്ഷേ ഞാനെന്ന വ്യക്തി കുറച്ച് ഈഗോ ഉള്ളൊരു വ്യക്തിയാണ്. അത് ഞാൻ മാറ്റിയെടുക്കാനായിട്ട് ശ്രമിക്കുന്നുണ്ട്. അവരോട് സോറി പറയാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് പേജ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളുടെ പേഴ്സണ് നിങ്ങളോടുള്ള ഫീലിങ്സ്, ഇമോഷനെയാണ് കാർഡ് മീൻ ചെയ്യുന്നത്. അവരൊരു ഡ്രീമർ ആണെന്ന് പറയുന്നു. ഡ്രീമർ എന്ന് പറയുമ്പോൾ ഒരുപാട് സ്വപ്നങ്ങൾ കൊണ്ടു നടക്കുന്ന ഒരു വ്യക്തിയാണ്. ഈ ഒരു റിലേഷൻഷിപ്പിൽ ഒരു ചേഞ്ച് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. അത് നിങ്ങളുടെ പ്രാർത്ഥന തന്നെയാണ്. നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുന്നത് കൊണ്ട് തന്നെയാണ് അവരിൽ മാറ്റം വന്നിട്ടുള്ളത്. അവര് നിങ്ങളുടെ ഹൃദയത്തോട് ചേർന്നിരിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. ഇവിടെ ഒരു റൊമാൻറ്റിക് ഫീലിങ്സ് അവർക്ക് ഉണ്ടാകുന്നുണ്ട്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളെക്കുറിച്ചുള്ള പാസ്റ്റ് കണക്ഷൻ അവരിലേക്ക് വരുമ്പോൾ വളരെയേറെ പോസിറ്റീവായിട്ട് അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്.
നിങ്ങളുമായിട്ട് കൂടി ചേരുവാനായിട്ട്, നിങ്ങളിലേക്ക് വരുവാനായിട്ട് ഒരുപാട് ഐഡിയാസ് അവർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അവർ സ്വപ്നം കാണുന്നത് നിങ്ങളുമൊത്തുള്ള ബെറ്റർ ഫ്യൂച്ചർ തന്നെയാണ്. പക്ഷേ അവർക്ക് ചെയ്യേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അവർക്ക് പെട്ടെന്ന് അവരുടെ ക്യാരക്ടർ ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. നിങ്ങൾക്ക് പറ്റുമോ? ഇല്ല. അത് അവർ ട്രൈ ചെയ്യുന്നുണ്ട്. അവർ മാറ്റം വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. സ്വയം അവർ മാറ്റം വരാനായിട്ട് ആഗ്രഹിക്കുകയാണ്. അവരുടെ മനസ്സിനെ അവർ പാകപ്പെടുത്താണ്. അവർ തന്നെ അവരെ മോട്ടിവേഷൻ ചെയ്യുന്നുണ്ട്. നീയാണ് തെറ്റ് ചെയ്തിട്ടുള്ളത്, നീയാണ് നിന്റെ പേഴ്സണുമായിട്ടുള്ള ഇത്രയും ഡിസ്റ്റൻസ് വരാനായിട്ടുള്ള കാരണം. അപ്പോൾ സ്വയം നിന്നെ തന്നെ മാറ്റിയെടുക്കേണ്ടതായിട്ടുള്ള ആവശ്യകതയുണ്ട്. അപ്പോൾ നിങ്ങളിലേക്ക് വരുവാനായിട്ട് അവർ സ്വയം മാറാനായിട്ടുള്ള തയ്യാറെടുപ്പാണ് കാണിക്കുന്നത്. മനസ്സിലാവുന്നുണ്ടോ? അവര് നെക്സ്റ്റ് എന്താണ് സംഭവിക്കുക എന്നുള്ള ഒരു എക്സൈറ്റ്മെന്റിലാണ് ഇരിക്കുന്നത്. കാരണം അവരുടെ ഭാവി അവർക്കറിയില്ല, നിങ്ങൾക്കും അറിയില്ല. എന്തായിരിക്കും എൻ്റെ ഫ്യൂച്ചർ? ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട് എന്നെ ക്യാരക്ടർ മാറണം, ഞാൻ എന്നെ തന്നെ മാറ്റിയെടുക്കാനുണ്ട്. എൻ്റെ ഒരു സ്വഭാവ ദൂഷ്യം കൊണ്ടാണ്, അല്ലെങ്കിൽ എൻ്റെ ഒരു സ്വഭാവം കൊണ്ടാണ് എൻ്റെ പേഴ്സണ് ഇത്രത്തോളം വേദന വന്നിട്ടുള്ളത്. അവർ എന്നിൽ നിന്നും പോവുമോ, എന്നെ ഇനി സ്വീകരിക്കുമോ എന്നുള്ള ഭയവും എനിക്കുണ്ട്. അപ്പോൾ അവർ തന്നെ അവരെ മാറ്റാനായിട്ട് ശ്രമിക്കുന്നതായിട്ടാണ് കാർഡ് പറയുന്നത്. നിങ്ങളെക്കുറിച്ച് ഓർക്കുമ്പോൾ, നിങ്ങളുടെ സ്നേഹത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ അവർക്ക് നിങ്ങളെ മിസ് ചെയ്യുന്നു, സ്നേഹം തോന്നുന്നു, നിങ്ങളാണ് ശരിയെന്ന് മനസ്സിലാവുന്നു. നെക്സ്റ്റ് കാർഡ് ദ എംപറർ ആണ്. ഇവിടെ ഒരു അതോറിറ്റി ഉള്ള ഒരു പേഴ്സന്റെ എനർജിയാണ് കാണിക്കുന്നത്. നാച്ചുറൽ ആയിട്ടുള്ള ഒരു ലീഡറുടെ എനർജിയാണ്. ഇവിടെ ഈ കാർഡ് പറയുന്നത് ഈഗോ ഉള്ള ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ്. കാരണം അവർക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും, അതിനുള്ള കഴിവുണ്ട്, പ്രാപ്തിയുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും അവർക്ക് ഒരു ഈഗോ ഉണ്ട്. കാരണം പെട്ടെന്നൊന്നും മറ്റുള്ളവരുടെ മുന്നിൽ തല കുമ്പിട്ട് നിൽക്കാനായിട്ട് അവർക്ക് സാധിക്കില്ല. അവർക്ക് അവരാണ് ശരി എന്നുള്ളൊരു ഭാവമുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ അവരുടെ കരിയർ ആണെങ്കിലും അവരുടെ ഫാമിലി നോക്കുകയാണെങ്കിലും ഒരു ആക്ഷൻ എടുക്കാനായിട്ട് കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ അതവർ ശീലിച്ചൊരു കാര്യമാണ്. പണ്ട് തൊട്ടേ അവർ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആക്ഷൻ എടുക്കാൻ കഴിവുള്ളൊരു വ്യക്തിയാണ്. അപ്പോൾ ആ ഒരു ഈഗോ, എനിക്ക് സാധിക്കും, എന്നെ കൊണ്ട് സാധിക്കുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞാലേ ശരിയാവുള്ളൂ. അപ്പോൾ മറ്റുള്ളവർ ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അവരുടെ കരിയറിലാണെങ്കിലും അവരുടെ ഫാമിലിയിലാണെങ്കിലും ഇവരെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ എന്തുകൊണ്ടും അങ്ങനെ ഒരു ഭാവം അവരിലേക്ക് വന്നു. അത് അവരുടെ ഫാമിലി തന്നെയാണ് അങ്ങനെ ആക്കി മാറ്റിയത്. അവരെയും കുറ്റം പറയാൻ പറ്റില്ല. നമ്മൾ ജീവിക്കുന്ന ഓരോ സാഹചര്യമാണ് നമ്മളുടെ ക്യാരക്ടറിൽ ചേഞ്ചസ് വരുത്തുന്നത്. എന്നാൽ കുറേ മാറ്റം അവർക്ക് വന്നിട്ടുണ്ട്. എപ്പോൾ? നിങ്ങളും അവരും തമ്മിലുള്ള ആ ഒരു സ്നേഹ നിമിഷങ്ങളിൽ നിങ്ങളുടെ ആ ഒരു പെരുമാറ്റം, നിങ്ങളുടെ ആ ഒരു സ്നേഹം, അതൊക്കെ അവർക്ക് കുറേ മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്, ഇല്ല എന്നല്ല. പക്ഷേ നിങ്ങളുമായിട്ടുള്ള ഒരു സെപ്പറേഷൻ, മറ്റുള്ളവരുടെ ഇടപെടൽ മൂലം അവർക്ക് വീണ്ടും അവർ പഴയ സ്ഥിതിയിലേക്ക് എത്താൻ ചെയ്തിട്ടുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? എന്നാൽ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവർക്ക് മാറ്റം വരും. നിങ്ങൾ പ്രാർത്ഥിക്കുക, നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ അവരിൽ മാറ്റം വരും. ആ ഒരു മാറ്റം അവരും ആഗ്രഹിക്കുന്നുണ്ട്. ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ആയിപ്പോയത്? എൻ്റെ പേഴ്സണുമായിട്ടുള്ള ആ ഒരു നിമിഷങ്ങളിൽ വളരെ സ്നേഹമാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എനിക്ക് മാറ്റം വേണം, ഞാൻ അതിന് തയ്യാറെടുക്കുകയാണ്, എന്നിൽ ചേഞ്ച് വേണം എന്ന് അവർ ആഗ്രഹിക്കുന്നുണ്ട്. നെക്സ്റ്റ് കാർഡ് 7 ഓഫ് പെൻറ്റക്കിളാണ്. 7 ഓഫ് പെൻറ്റക്കിൾ എന്ന് പറയുമ്പോൾ അവരിൽ മാറ്റം വരുന്നുണ്ട്. ഇവിടെ പെൻറ്റക്കിൾ എന്ന് പറഞ്ഞാൽ ഒരു പ്രോഗ്രസ് ആണ്, അത് അവരുടെ ലൈഫിൽ ഉണ്ടാവുന്നൊരു കാര്യമാണ്. എന്നാൽ റിലേഷൻഷിപ്പ് നോക്കുകയാണെങ്കിൽ ഇവിടെ നിങ്ങൾ യൂണിവേഴ്സിനോട് താങ്ക് യു പറഞ്ഞ് പ്രാർത്ഥിക്കുന്നുണ്ട്, ഗ്രാറ്റിറ്റ്യൂഡ് പറയുന്നുണ്ട്. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നതിന് ഞാൻ താങ്ക് യു പറയാണ് യൂണിവേഴ്സ്. അങ്ങനെ പ്രാർത്ഥിക്കുന്നില്ലേ നിങ്ങൾ? ആ ഒരു ഗ്രാറ്റിറ്റ്യൂഡ് നിങ്ങൾ കണ്ടിന്യൂ ചെയ്യുക. എൻ്റെ പേഴ്സൺ എന്നിലേക്ക് തിരിച്ചു വന്നതിന്, ആ സ്നേഹം എന്നിലേക്ക് തിരിച്ചു വന്നതിന് ഞാൻ താങ്ക് യു പറയുന്നു. എൻ്റെ യൂണിവേഴ്സ് എൻ്റെ കൂടെ ഉണ്ടെന്ന് വിശ്വസിക്കുന്നു. അങ്ങനെ പ്രാർത്ഥിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ നിങ്ങളുടെ പേഴ്സണ് മാറ്റം തന്നെയാണ് കാണിക്കുന്നത്. ഇവിടെ ഒരു റിഫ്ലക്ഷനാണ് വരുന്നത്. നിങ്ങളുടെ പ്രാർത്ഥന അവരിലേക്ക് മാറ്റം കൊണ്ടുവരുന്നു. നിങ്ങൾ ആഗ്രഹിച്ച ഒരു കാര്യത്തിലേക്ക് യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരുന്നു. നിങ്ങളാണ് ഇവിടെ നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരുവാനായിട്ട്, തിരിച്ചു വരുവാനായിട്ട് പ്രാർത്ഥിക്കുന്നത്. അപ്പോൾ അതൊരു തുടക്കമാണ്. നിങ്ങൾ വെയിറ്റ് ചെയ്യാണ്. നമ്മൾ അവർക്ക് മാറ്റം വരുവാനായിട്ട്, പുതിയൊരു വ്യക്തിയായിട്ട് നമ്മളിലേക്ക് തിരിച്ചു വരാനായിട്ട് നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ നമ്മൾ ഹാർവസ്റ്റിന് ഒരുങ്ങാണ്. നമ്മൾ വിതച്ച ഒരു വിത്ത് അതിൻ്റെ ഫലപ്രാപ്തി എത്തുന്നത് വരേക്കും നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്, ക്ഷമയോട് കൂടിയിട്ട്. നമ്മളെന്ന് പറയുമ്പോൾ നിങ്ങൾ. അപ്പോൾ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് നിങ്ങളിലേക്ക് വരുന്നു. നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് എന്നും പറയണം. നിങ്ങളുടെ ആഗ്രഹം എന്താണോ ആ ഒരു കാര്യത്തിൽ നിങ്ങൾ ഗ്രാറ്റിറ്റ്യൂഡ് പറയണം, എന്നും പറയണം. എൻ്റെ ഇന്ന ആഗ്രഹം എനിക്ക് സാധിപ്പിച്ചു തന്നതിന്
എന്നിലേക്ക് വന്നതിന് ഞാൻ താങ്ക് യു പറയുന്നു. അങ്ങനെ പറയുന്ന ആ ഒരു താങ്ക്സിന് വളരെയേറെ ഇമ്പോർട്ടൻസ് നമ്മുടെ ലൈഫിലുണ്ട്. നന്ദി. ഇനി നമ്മളിലും എന്തെങ്കിലും തരത്തിലുള്ള ഈഗോ ഉണ്ടെങ്കിൽ അത് മാറിപ്പോട്ടെ. നമ്മളും എല്ലാം തികഞ്ഞവരല്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം റൈറ്റ് ഡയറക്ഷനിലാണ്. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന കാര്യം റൈറ്റ് ഡയറക്ഷനിലാണ്. നിങ്ങളുടെ പേഴ്സണ് മാറ്റം വരാനായിട്ട് യൂണിവേഴ്സ് അവിടെ ബ്ലെസ് ചെയ്യുന്നുണ്ട്. അവർ സ്വയം തന്നെ തീരുമാനിക്കുകയാണ്, എനിക്ക് മാറ്റം വരണം, എൻ്റെ ഈ ഒരു സാഹചര്യത്തിൽ നിന്നും ഞാൻ നല്ലൊരു വ്യക്തിയായിട്ട് മാറണം, ഞാൻ ചെയ്ത തെറ്റിന് ഞാൻ തന്നെ അവരോട് സോറി പറയണം. അപ്പോൾ ഈ 4 കാർഡ് എന്ന് പറയുന്നത് ഈഗോ ഉള്ള ഒരു വ്യക്തിയായിരുന്നു. നിങ്ങളാണ് അവർക്ക് ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുള്ളത്. എന്നാൽ വീണ്ടും പഴയതുപോലെ തന്നെ ആവാണ് ചെയ്തത് മറ്റുള്ള വ്യക്തികളുടെ ഇടപെടൽ മൂലം. എന്നാൽ ഒരുപാട് സ്നേഹം അവർക്കുണ്ട്. നിങ്ങൾ എല്ലാ പൗർണമിക്കും എല്ലാ ഫുൾ മൂണിനും മാനിഫെസ്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കുകയാണെങ്കിൽ മാറ്റങ്ങൾ വന്നുകൊണ്ടേയിരിക്കും. അവരെന്ന വ്യക്തിയിൽ ചേഞ്ചസ് വന്നുകൊണ്ടേയിരിക്കുമെന്ന് യൂണിവേഴ്സ് പറയുകയാണ്. പൂർണ്ണമായിട്ടും നിങ്ങളിലേക്ക് വരുവാനായിട്ട് നിങ്ങൾക്ക് മൂണിനെ പ്രാർത്ഥിക്കാം, അട്രാക്റ്റ് ചെയ്ത് പ്രാർത്ഥിക്കാം. പോസിറ്റിവിറ്റി എന്നിലേക്ക് വരാനായിട്ട്, ആ ഒരു എനർജി എന്നിലേക്ക് വരുവാനായിട്ട് പ്രാർത്ഥിക്കാം. നിങ്ങൾക്കിവിടെ യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് വരുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ആരാണുള്ളത് അവിടെ നിങ്ങളുടെ ഹേർട്ട് ചക്രയാണ് ഉണരുന്നത്, എനർജി വരുന്നത്. അപ്പോൾ പ്രണയം അവർ തിരിച്ചറിയാൻ തുടങ്ങും. നിങ്ങൾ ഹീലായിക്കൊണ്ട് നിങ്ങളുടെ ഹേർട്ട് ചക്രയെ ഉണർത്തുക. എല്ലാ പൗർണമിക്കും നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് പ്രാർത്ഥിക്കുക. അങ്ങനെ പൂർണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുകയാണെങ്കിൽ അവിടെ നിങ്ങളുടെ ആഗ്രഹം സാധിക്കും. സ്നേഹം വേണം അല്ലേ? ഹേർട്ട് ചക്ര എന്ന് പറയുന്നത് എല്ലാതരം ഇമോഷൻസ് ആണ്. ഒരു വ്യക്തിയോട് മാത്രമുള്ള പ്രണയമല്ല, നമ്മുടെ പാരൻസിനോട്, നമ്മുടെ സുഹൃത്തുക്കളോട്, നമുക്ക് ചുറ്റുമുള്ള എല്ലാവരുടെയും സ്നേഹം നമ്മളിലേക്ക് വരണ്ടേ? അപ്പോൾ ആ ഹാർട്ട് ചക്രയെ ഉണർത്തണമെങ്കിൽ നമ്മളിലുള്ള 7 ചക്രാസ് ഉണ്ട്. അതിൽ നിങ്ങൾക്ക് ഇപ്പോൾ നിങ്ങളുടെ കാര്യങ്ങൾ നേടണമെങ്കിൽ ഇത്രയും ചക്രാസിനെ ഉണർത്തണം. ഇവിടെ കൂടുതലും എല്ലാവരും ആഗ്രഹിക്കുന്നത് എന്താണ്? സ്നേഹമാണ്. ആ സ്നേഹം ഉണർത്തണമെങ്കിൽ ഹാർട്ട് ചക്ര അത് ഉണർത്താനായിട്ടുള്ള പ്രയേഴ്സ് ചെയ്യണം. നെക്സ്റ്റ് കാർഡ് 5 ഓഫ് പെൻഡക്കിൾ ആണ്. ഹെൽത്ത് ഇഷ്യൂസ് നിങ്ങളുടെ പേഴ്സണ് വന്നിട്ടുണ്ട്, ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വന്നിട്ടുണ്ട്. അതെന്ന് പറയുന്നത് നിങ്ങളെക്കുറിച്ചുള്ള ചിന്ത അവരിലേക്ക് ഒരുപാട് വരുന്നുണ്ട്. പാസ്റ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ വരുന്നുണ്ട്. അവർ ചെയ്ത തെറ്റിനെ കുറിച്ചുള്ള ഓർമ്മകൾ തന്നെയാണ് അവർക്കിങ്ങനെ ചെറിയ രീതിയിലുള്ള അസുഖങ്ങൾ വരാൻ കാരണം. അസുഖം എല്ലാവർക്കും വരും, എനിക്കും നിങ്ങൾക്ക് എല്ലാവർക്കും വരും. പക്ഷെ ഇവിടെ എന്ന് പറയുന്നത് അവർ വളരെയേറെ ചിന്തിക്കുകയാണ്. അവരുടെ സെക്യൂരിറ്റി, അവരുടെ ഫിനാൻഷ്യൽ ആയിട്ടുള്ള സെക്യൂരിറ്റി അല്ലെങ്കിൽ അവരുടെ ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്. എനിക്കെല്ലാം നഷ്ടപ്പെടും, അവരെന്നെ ശപിക്കുന്നുണ്ടാവോ, ഞാൻ അവരെ ഒരുപാട് വേദനിപ്പിച്ചിട്ടുണ്ട്, എനിക്ക് എന്തുകൊണ്ടാണ് ചെറിയ ചെറിയ നെഗറ്റിവിറ്റി കയറി വരുന്നത്, ഞാൻ അവരെ വേദനിപ്പിച്ചത് കൊണ്ടാണ്. അപ്പോൾ നിങ്ങളോട് സോറി പറയാനും അവർ തയ്യാറാണ് എന്ന് യൂണിവേഴ്സ് പറയുന്നത്. 5 ഓഫ് പെൻഡക്കിളിൽ സാധ്യതയുണ്ട് അവർക്ക്. അവർ തന്നെ പ്രവർത്തിച്ചാൽ, അവർ തന്നെ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു ഇനീഷ്യേറ്റ് എടുക്കുകയാണെങ്കിൽ ഇവിടെ സക്സസ് ആണ്. എന്നൊരു ബ്ലോക്ക് എനർജിയാണ് കാണിക്കുന്നത്. അവർക്ക് ചെയ്യണോ വേണ്ടയോ, അവരെന്നെ സ്നേഹിക്കൂ, തിരിച്ചു വരൂ എന്നുള്ളൊരു പേടി. അവർ ചെയ്ത തെറ്റ് അവർക്കറിയാം. ഇതെങ്ങനെ പ്രസന്റ് ചെയ്യും, ഇതെങ്ങനെ നിങ്ങളോട് അവതരിപ്പിക്കുക. കുറേ നാളായിട്ട് നിങ്ങളോട് മിണ്ടാതെ മാറി നിൽക്കുന്ന എനർജി നിങ്ങളിലേക്ക് സഡൻ ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും അവർ ജെനുവിനായിട്ടാണോ എന്നെ സ്നേഹിക്കുന്നത്, ഇപ്പോൾ വന്നിട്ട് വീണ്ടും തിരിച്ചു പോവില്ലേ അവർ. അപ്പോൾ നിങ്ങളിലുള്ള സംശയം അവർക്ക് മനസ്സിലാവുന്നുണ്ട്. എന്നെ എങ്ങനെയാണ് അവർ ട്രസ്റ്റ് ചെയ്യുക? ഞാനാണ് തെറ്റ് ചെയ്തതെന്ന് എനിക്കറിയാം, അവരെങ്ങനെയാണ് എന്നെ ട്രസ്റ്റ് ചെയ്യുക? അപ്പോൾ അവർ മടിച്ചു നിൽക്കുകയാണ്, മാറി നിൽക്കുകയാണ്. ആഗ്രഹമുണ്ട്, ആ ഡോർ ഓപ്പൺ ചെയ്താൽ നിങ്ങളിലേക്ക് വരുവാനുള്ള എല്ലാ സാധ്യതയാണ് ഇവിടെ കാണിക്കുന്നത്. പക്ഷേ അവർക്ക് എങ്ങനെ ഇത് പ്രസന്റ് ചെയ്യണം? പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ നിങ്ങളോട് വന്നിട്ട് സോറി ഞാൻ നിന്നിലേക്ക് വരികയാണെന്ന് പറഞ്ഞാൽ നിങ്ങളും അക്സെപ്റ്റ് ചെയ്യില്ല. അപ്പോൾ യൂണിവേഴ്സ് പറയുന്നത് ഇവിടെ ഒരു ബ്ലോക്ക് എനർജി ഉണ്ട്, ബ്ലോക്കേജ് ഉണ്ട്. അത് മാറാൻ നിങ്ങളും പ്രാർത്ഥിക്കുക. കാരണം അവർക്ക് സ്വയം തോന്നണം. ഇനി നിങ്ങൾ അവരെ ചേസ് ചെയ്ത് പോകരുത്. ഈ റീഡിംഗ് ഒക്കെ കണ്ടിട്ട് ചിലവർക്ക് വളരെയേറെ പ്രചോദനം വരികയാണ്, ഞാൻ ചെന്ന് കഴിഞ്ഞാൽ എൻ്റെ പേഴ്സൺ ഇങ്ങോട്ട് വരുമെന്ന്. അല്ല, അങ്ങനെ നിങ്ങൾ ചിന്തിക്കരുത്. നിങ്ങൾ പ്രെയർ ചെയ്യുക അവരുടെ മനസ്സ് മാറാനായിട്ട്. അവരിങ്ങോട്ട് വരട്ടെ, ഓക്കെ, അവരിങ്ങോട്ട് വന്നുകൊണ്ട് നമ്മളോട് പറയട്ടെ, എന്നാലേ ഇവിടെ ഒരു പൂർണ്ണത ഉണ്ടാവുള്ളൂ. അപ്പോൾ അവർ ചേഞ്ചിന് ആഗ്രഹിക്കുന്നുണ്ട്. അവർ ആഗ്രഹിക്കുന്ന കാര്യം നേടാനായിട്ട്, അവർക്ക് ധൈര്യം വരാനായിട്ട് അവർ സ്വയം പ്രാർത്ഥിക്കുന്നുണ്ട്. ഒരു ഓപ്പർച്യൂണിറ്റിക്കായിട്ട് വെയിറ്റ് ചെയ്യുകയാണ്.
അവര് ഒരു സാധ്യതയ്ക്കായിട്ട് വെയിറ്റ് ചെയ്യാണ്, ആ ഡോർ ഓപ്പൺ ആവാനായിട്ട് പ്രാർത്ഥിക്കുകയാണ്. അവരിലുള്ള ആ ഒരു ഫിയർ മാറുവാനും നിങ്ങളിലേക്ക് വരുവാനും യൂണിവേഴ്സ് തന്നെ ബ്ലെസ്സിങ്സ് തരണം. എനിക്ക് അവരെ കാണണമെന്നുണ്ട്, അവരോട് കുറച്ചു നേരം സംസാരിക്കണമെന്നുണ്ട്. ഞാൻ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവരെങ്ങനെയാണ് എടുക്കാമെന്ന് എനിക്കറിയില്ല. അവർക്ക് എന്നോട് ദേഷ്യമാണോ എന്ന് പോലും എനിക്കറിയില്ല, കാരണം ഞാൻ തെറ്റ് ചെയ്തു. എന്നാൽ അവരായിട്ട് വരികയാണെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല, ഞാൻ സ്വീകരിക്കാൻ തയ്യാറാണ്. എന്നാൽ ഞാൻ പറയുന്നത് നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത് എന്നാണ്. റീഡിംഗ് ഒക്കെ കണ്ടിട്ട് നിങ്ങൾ അങ്ങോട്ട് ചെല്ലരുത്, അവർ തന്നെ മാറ്റം വന്ന് നിങ്ങളിലേക്ക് വരട്ടെ, കാരണം നിങ്ങൾ അത്രമാത്രം വേദനിച്ചിട്ടുണ്ട്. നെക്സ്റ്റ് കാർഡ് 6 ഓഫ് കപ്സ് കാർഡാണ്. ഒരു നൊസ്റ്റാൾജിയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ പേഴ്സൺ നിങ്ങളുമായിട്ട് കണക്ട് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. പാസ്റ്റുമായിട്ട് കണക്ഷനെയാണ് കാണിക്കുന്നത്. നിങ്ങളുടെ ഓർമ്മകളിലൂടെയാണ് അവർ പോകുന്നത്. അവര് നിങ്ങളിലേക്ക് വരുവാനും ബെറ്റർ ഫ്യൂച്ചറിനും ആഗ്രഹിക്കുന്നു. നിങ്ങളുമൊത്തുള്ള നിമിഷങ്ങളെ ആഗ്രഹിക്കുന്നു. നിങ്ങളൊന്ന് ഹഗ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി എന്താണ് ഞാൻ പറയേണ്ടത്? വളരെ ക്ഷമയോട് കൂടിയിട്ട് പാസ്റ്റിനെ കുറിച്ച് ആലോചിക്കുന്ന, നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഒരു പൂർണ്ണത വരണമെന്ന് ആഗ്രഹിക്കുന്ന, അവർ ചെയ്ത തെറ്റിനെ കുറിച്ച് ബോധവാനായിട്ടുള്ള ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവർ കുറേ കാര്യങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ് യൂണിവേഴ്സ് പറയുന്നത്. നെക്സ്റ്റ് കാർഡ് 2 ഓഫ് വാൻഡ്സ് കാർഡാണ്. ഇവിടെ പ്ലാൻ ചെയ്യുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. ഫ്യൂച്ചറിലേക്ക് വേണ്ടിയിട്ട് പ്ലാൻ ചെയ്യാണ്. അപ്പോൾ ഇവിടെയുള്ള കാർഡ്സിലൊക്കെ പ്ലാനിങ് ആണ് കാണിക്കുന്നത്. നിങ്ങളുമൊത്തുള്ള ഫ്യൂച്ചർ അവർ ആഗ്രഹിക്കുന്നുണ്ട്. അവരിലേക്ക് പ്രോഗ്രസ് വരണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട്. ആ പിക്ചർ നോക്കൂ, നിങ്ങളിലേക്ക് അവർ വരുവാനുള്ള എല്ലാ സാധ്യതയുണ്ട്. ഇപ്പോൾ 2 വാണ്ട് അവരുടെ കയ്യിലുണ്ട്. അതിൽ ഒരു വാണ്ടെന്ന് പറയുന്നത് നിങ്ങളാണ്, മറ്റേ വാണ്ടെന്ന് പറയുന്നത് അവരുടെ കരിയർ, അവരുടെ ഫാമിലി, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. എന്നാൽ ഇപ്പോൾ അവരുടെ കയ്യിലിരിക്കുന്നത് നിങ്ങളോടുള്ള സ്നേഹമാണ്. മുകളിൽ കാണുന്നത് ഒരു ഗ്ലോബാണ്. ഒരു യാത്ര അവർ ആഗ്രഹിക്കുന്നു. നിങ്ങളുമൊത്തുള്ള യാത്ര അവർ ആഗ്രഹിക്കുന്നു. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എൻ്റെ വ്യൂവേഴ്സിൽ ഒത്തിരി പേര് അബ്രോഡാണ്. അപ്പോൾ വളരെയേറെ ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്, ലോങ് ഡിസ്റ്റൻസ് ആണ് കാണിക്കുന്നത്. അപ്പോൾ അവർ ആഗ്രഹിക്കുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. അവർ പോസിബിലിറ്റി ആണ് നോക്കി കാണുന്നത്, സാധ്യത. അവരെന്ന വ്യക്തി നിങ്ങളിലേക്ക് വരുവാനായിട്ടുള്ള ഒരു തീരുമാനം എടുക്കുന്നു. അവർ നിങ്ങളിലേക്ക് ഒരു ഫ്യൂച്ചർ ആഗ്രഹിക്കുന്നു. നിങ്ങൾ വെൽക്കം ചെയ്യുകയാണെങ്കിൽ അവർ വരാൻ തയ്യാറാണ്. തടസ്സങ്ങളുണ്ട്, ഇല്ല എന്നല്ല പറയുന്നേ. എന്നാൽ ഡിസിഷൻ എന്ന് പറയുന്നത് നിങ്ങളിലേക്കാണ്. നെക്സ്റ്റ് കാർഡ് കിങ് ഓഫ് കപ്സ് കാർഡാണ്. നിങ്ങളോടുള്ള പ്രണയം പറയാനായിട്ട് അവർ ആഗ്രഹിക്കുകയാണ്. നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് അവർക്ക് ഫീൽ ചെയ്യുകയാണ്. വളരെ ക്ഷമയോട് കൂടിയിട്ട് അവർ വെയിറ്റ് ചെയ്യുകയാണ്. ഇത്രയും നാള് നിങ്ങളുമായിട്ടുള്ള ഈ ഒരു നോ കോണ്ടാക്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ്, ഈ പിണക്കം, ഇതൊക്കെ അവരിലെ ഒത്തിരി മാറ്റങ്ങൾ വരുത്തി ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിച്ചു എന്നാണ് പറയുന്നത്. എക്സ്പീരിയൻസിലൂടെ കടന്നു പോവുകയാണ് ചെയ്തത്. ആരാണ് അവരെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചിട്ടുള്ളത് എന്ന് അവർ തിരിച്ചറിയാണ്. അപ്പോൾ ഒരു ബാലൻസ്, ഒരു സ്റ്റെബിലിറ്റി നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ വരണമെന്ന് അവർ ആഗ്രഹിക്കുകയാണ്. ഇവിടെ അവർ വളരെയേറെ ചിന്തിക്കുന്നുണ്ട്. ചിന്തിച്ച് തന്നെയാണ് അവർ തീരുമാനമെടുക്കാനായിട്ട് പോകുന്നതും. അവരെ സപ്പോർട്ട് ചെയ്യാനായിട്ട് ആരോ ഉണ്ട്. നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് അവർ പറഞ്ഞിട്ടുള്ള വ്യക്തി അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. നീ ചെയ്തോളൂ, കുഴപ്പമില്ല. ഇനി നീയാണ് തിരുത്തേണ്ടത്. ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണമെങ്കിൽ നിന്റെ ഡിസിഷനാണ് അവിടെ മുഖ്യമായിട്ട് വേണ്ടത് എന്ന് പറഞ്ഞ് അവരെ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇവിടെ നിങ്ങളിലേക്ക് വരുവാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി നിങ്ങളുടെ കൈകൾ പിടിച്ചുകൊണ്ട് നിങ്ങളിലേക്ക് വരുവാനായിട്ട് ബെറ്റർ ഫ്യൂച്ചർ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് കാണിക്കുന്നത്. അവരെ മുന്നോട്ട് തന്നെയാണ് നോക്കിയിരിക്കുന്നത്. അവരുടെ ലക്ഷ്യമെന്ന് പറയുന്നത് നിങ്ങളിലേക്ക് വരുവാൻ തന്നെയാണ്. അതിനായിട്ട് അവരെ തന്നെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. കുറേ കാര്യങ്ങൾ അവർക്ക് ചെയ്യാനുണ്ട്. കാരണം നിങ്ങളിൽ നിന്ന് മൂവ് ഓൺ ചെയ്ത് പോയ നിമിഷം മുതൽ അവർക്ക് കുറേ കാര്യങ്ങൾ, റെസ്പോൺസിബിലിറ്റി വന്നിട്ടുണ്ട്. അവരുടെ ഫാമിലിയിലായിരിക്കാം, കരിയറിലായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളിൽ അവർക്ക് ആ കാര്യം തീർക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അവരായിട്ട് വരുത്തി വെച്ച കാര്യമല്ലേ, പെട്ടെന്ന് അവിടെ നിന്നും ഇട്ടെറിഞ്ഞ് വരാൻ പറ്റില്ല. ആ ഒരു കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്ത് തീർത്തുകൊണ്ട് നിങ്ങളിലേക്ക് അവർ വരാനായിട്ട് ആഗ്രഹിക്കുന്നു. പുതിയ തുടക്കത്തെയാണ് ബോട്ടം ഓഫ് ദി ഡെക്ക് കാണിക്കുന്നത്. കറണ്ട് ഫീലിംഗ് ആണ്, കറണ്ട് എനർജിയാണ്, അവരുടെ ചിന്തകളാണ്. ഫൂൾ കാർഡാണ് കിട്ടിയിട്ടുള്ളത്. അവർ നിങ്ങളിലേക്ക് വരും എന്ന് തന്നെയാണ് യൂണിവേഴ്സ് പറയുന്നത്. പുതിയ തുടക്കത്തെയാണ് ഫൂൾ കാർഡ് കാണിക്കുന്നത്. ഒരു എവേക്കനിങ്ങിനെയാണ് ഈ കാർഡ് മീൻ ചെയ്യുന്നത്. നിങ്ങൾ എന്ന വ്യക്തിയിലേക്ക് അവർ വരാനായിട്ട് റെഡിയാകുന്നു, താല്പര്യപ്പെടുന്നു എന്നാണ്
ഈ കാർഡ് പറയുന്നത് ഒരു സോൾ പാത്തിലൂടെയാണ് അവർ പോകുന്നത്. അഡ്വഞ്ചറായിട്ട് അവർ സാഹസികമായിട്ട് ചെയ്യാണ്. വരും വരായികകളെ മനസ്സിലാക്കിക്കൊണ്ട് നിങ്ങൾ എന്ന സ്നേഹത്തിലേക്ക് വരുവാനായിട്ട് അവർ തയ്യാറെടുക്കുകയാണ് എന്ന് തന്നെയാണ് ഈ കാർഡ് പറയുന്നത്. നിങ്ങളിലേക്കുള്ള പോസിറ്റീവായിട്ടുള്ള കാർഡ് തന്നെയാണ് ഇന്ന് കിട്ടിയിട്ടുള്ളത്. അവരിൽ മാറ്റം വരുന്നുണ്ട്. ഫുൾ മൂൺ അഫർമേഷൻ ചെയ്ത് പ്രാർത്ഥിച്ചിട്ടുള്ള എൻ്റെ വ്യൂവേഴ്സിന് യൂണിവേഴ്സിൻ്റെ ബ്ലെസ്സിങ്സ് ഉണ്ട്. മാറ്റം തന്നെയാണ് വരുന്നത്. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിച്ച പോലെ യൂണിവേഴ്സ് ബ്ലെസ്സിങ്സ് കൊണ്ടുവരികയാണ്. ഈ റീഡിങ് ഞാനിവിടെ നിർത്തുകയാണ്. ഈ റീഡിങ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലപ്പെട്ട അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും പേഴ്സണലായിട്ടും അല്ലാതെയും അറിയിക്കാം. പേഴ്സണൽ റീഡിങ് ആവശ്യമുള്ളവർക്ക് എൻ്റെ നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. നിങ്ങളുടെ കറക്റ്റ് ആയിട്ടുള്ള റീഡിങ് ഞാൻ പറഞ്ഞു തരാം. പിന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരും ഒരേ എനർജി അല്ല, ഡിഫറെൻ്റ് എനർജിയാണ്. നിങ്ങൾക്കിത് വാലിഡായിട്ട് തോന്നുകയാണെങ്കിൽ, നിങ്ങളുടെ ലൈഫിൻ്റെ ഒരു ഭാഗമാണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് സ്വീകരിക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാം. കൂടുതൽ വീഡിയോസുമായിട്ട് നിങ്ങളുടെ മുന്നിൽ ഞാൻ വരും. നിങ്ങളുടെ സ്വന്തം നിംസ്.